ഒരാളെ സ്കൂളിലേക്ക് മറ്റാൾ അംഗനവാടിയിലാക്കി ഞങ്ങളൊന്ന് പുറത്ത് വന്നു കേട്ടോ. വേറെ ഒന്നല്ല, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഏട്ടൻ്റെ ലീവ് വരുന്നത്, അതുകൊണ്ട് രാവിലെ തന്നെ അതിന് കുത്തിപ്പൊക്കി പുറത്തേക്ക് ഇറക്കി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിക്കൊണ്ടു വരും. മക്കളെ ഈ സമയത്ത് വെയിലിൽ ചിരി കണ്ട് കുടയും വടി എടുക്കാതെ പുറത്തിറങ്ങിയ നല്ല 8ൻ്റെ പണി കിട്ടും. ഇത് ഇത്ര ഉറപ്പിച്ച് പറയാതിന് മുന്നേ നല്ല പണി കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും കൂട്ടൊക്കെ എടുത്തിട്ടാണ് പുറത്തിറങ്ങിയത്. നമ്മളോടാ കളി. അപ്പോൾ ബൈ ദ ബൈ നമ്മളിപ്പോൾ പോകുന്നത് കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം വാങ്ങാനിട്ടാണ്. അപ്പോൾ ഈ ഉപ്പിയും പിടിച്ച് പോകണപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ വാങ്ങാൻ വന്നാട്ട്. എൻ്റെ ഈശ്വര, അതിൻ്റെ വിലയാണെങ്കിൽ ദിവസം കൂടുന്നതും കൂടുകയാണ് കേട്ടോ. അതിൻ്റെതായ എല്ലാ അഹങ്കാരം മൂപ്പർക്കുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ അടുക്കളയിലൊക്കെ വെളിച്ചെണ്ണയുടെ സ്ഥാനം നമ്മളെക്കാൾ കൂടുതൽ വെളിച്ചെണ്ണ തന്നെ അറിയാം. മൂപ്പരില്ലാതെ ഒരു കാര്യം മുന്നോട്ട് നടക്കില്ല എന്നുള്ളത് അറിയാം. ഇതിന് പകരമായിട്ട് വേറെ എന്തൊക്കെ ഇറങ്ങിയാൽ ഇതില്ല നമുക്ക് നടക്കില്ലാന്നേ. അപ്പോൾ എന്തായാലും ആ ബഹുമാനത്തോടുകൂടി നമുക്ക് നെടിക്ക് കൊണ്ട് കിടത്താം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി കടയിലേക്ക് കേട്ടോ. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ പച്ചക്കറി വാങ്ങൽ കേട്ടോ. ഈ കാക്കൻ്റെ അടുത്ത് ഞങ്ങൾ അധികം പച്ചക്കറി വാങ്ങൽ. പക്ഷേ ഇതുപോലെ രാവിലെയൊക്കെ വരലെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കുറേ കാലത്തിന് ശേഷം ഇത്രയും തോന്നെ പച്ചക്കറി ഇവിടെ കാണും കേട്ടോ. വേറെ ഒന്നല്ല, ഇവിടെ ഇല്ലായിട്ടൊന്നല്ല, ഞാൻ വരുന്നത് വൈകുന്നേരമാവും, പോകുന്നതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയോണ്ടെന്ന് എല്ലാതരം പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചാൽ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാറിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഏതായാലും ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയതായതുകൊണ്ട് ഭയങ്കര ക്ഷീണം. വാങ്ങിയതും കൊടുത്തതൊക്കെ ഏട്ടനാണെന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, വണ്ടിൻ്റെ ബാക്കിൽ വെറുതെ ഇരുന്നുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ക്ഷീണം ദാഹമൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ കുടിക്കാനൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുട്ടോ അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ വന്നൊരു അവിൽ മിൽക്ക് കഴിക്കാൻ കേട്ടോ. എന്തോ അവിൽ മിൽക്ക് കഴിക്കാനപ്പോൾ തോന്നിയത്. വേറെ എന്തെങ്കിലും വേണം നേട്ടം ചോദിച്ചു, പക്ഷേ അതിനോട് വലിയ താല്പര്യമില്ല, നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഈ വെയിലത്തൊക്കെ പറ്റിയൊരു സംഭവമാണ് അവിൽ മിൽക്ക്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിൽ മിൽക്കൊക്കെ പറഞ്ഞിട്ടോ. നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ കൊണ്ട് തന്നിട്ടോ. ഫുഡ് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അത് എന്ത് ഫുഡായാലും വേണ്ടില്ല, കഴിക്കാൻ അങ്ങോട്ട് കയറി പിന്നെ ഞാൻ സ്വതവേ ആരും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഏട്ടനോട് കുറേ സോപ്പിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചത്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്ന്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഡീസൻ്റായിട്ട് കഴിക്കണ്ടേ, അതില്ലേ അതിൻ്റെ ഒരു ശരി അല്ലേ. സംഭവം ഞാൻ വെറുതെ കഴിക്കുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികം ഇവിടുന്ന് വന്ന് കഴിക്കലുണ്ട് കേട്ടോ മിൽക്ക്. എന്താ അറിയില്ല, എന്തോ ഒരു ടേസ്റ്റ് ഇതിന് തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ അങ്ങനെ പുരയിലേക്ക് വിടുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോണ വഴിക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ മരങ്ങളെ കൊണ്ട് ഇത്ര ഉപയോഗം മനസ്സിലായത് കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഈ മരത്തിൻ്റെ ചോട്ട് കൂടെ വരുമ്പോൾ ഒരു തണുപ്പില്ലേ, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു, നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഈ വെയിലത്ത് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു തണുപ്പ് കിട്ടുമ്പോൾ നല്ല സുഖമല്ലേ. വെറുതെ തന്നെ കേട്ടോ, കാര്യമായിട്ട് തന്നെ ഈ വെയിലിൻ്റെ ഇടയിൽ കൂടെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോട് വാങ്ങി തരാമെന്ന് വെച്ചാൽ പേട്ടാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ സാധനം കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. എന്താ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലത്. അപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ ആകെ ഒന്ന് വാങ്ങി നോക്കിയിട്ടോ. എല്ലാവരും പറഞ്ഞു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങി ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടത്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഞങ്ങളെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വേറെ ഈ സാധനത്തിനെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വല്ല അലമാരിയും വെച്ച് പോട്ടെ. ഷോ എന്തായാലും അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.